ഹായ് ഓൾ. ഈ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് പറയാൻ പോകുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു ഐ പി എടുത്തു, അത് വി പി എൻ ആയിട്ട് കണക്ട് ചെയ്തു, പിങ് ചെയ്തു, കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഓക്കെ, നമ്മളൊരു ബേസിക് ആയിട്ടുള്ള സംഗതികൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടാസ്കിലേക്ക് പോവാം. ഒരു ഐ പി അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഒരു ഐ പി മേ ബി ഒരു ഫോണിൻ്റെതാവാം, ഒരു ലാപ്പിൻ്റെതാവാം, ഒരു സെർവറിൻ്റെതാവാം, ഏതും ആവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഐ പിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത്. ഒരു ഐ പി അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഐ പി അല്ലെങ്കിൽ ഡൊമൈൻ, ഒരു example.com അല്ലെങ്കിൽ abc.com ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു നെയിമാണ് കിട്ടിയതെങ്കിൽ പോലും നമ്മളെന്ത് ചെയ്യണം, ഇതാദ്യം സ്കാൻ ചെയ്യുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ റീകോൺ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ മാക്സിമം ആ ടാർഗറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് Nmap എന്ന് പറയുന്നത്. ഓക്കെ, Nmap, നെറ്റ്വർക്ക് മാപ്പർ. സോ നെറ്റ്വർക്ക് മാപ്പർ ഈ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ടാർഗറ്റിലേക്ക് സ്കാൻ ചെയ്തിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതാണ് മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഐ പി ഇവിടെ ഉണ്ടല്ലോ, ഇതാ. അപ്പോൾ ഈ ഐ പിയിലേക്ക് ആദ്യം പിങ് ആവുന്നുണ്ടോ എന്ന് നോക്കാം, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ എന്തിനാണ് ചെക്ക് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, റെസ്പോൺസാണ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്കാൻ ഇടാം. സോ Nmapൻ്റെ ഒരു ബേസിക് യൂസ് എന്ന് വെച്ചാൽ ടാർഗറ്റിനെ സ്കാൻ ചെയ്തിട്ട് ആ ടാർഗറ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് എടുത്തു തരും. ലൈക്ക് പോർട്സ്, പ്രോട്ടോകോൾസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതെന്ത് ചെയ്യും, എടുത്തു തരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ആദ്യം തന്നെ Nmap -SV കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്താ വെച്ചാൽ ടാർഗറ്റിൻ്റെ ഐ പി ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഈ സ്കാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ടൂളിൻ്റെ നെയിം കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ SV ആണ്, സർവീസ് വേർഷൻ. ആ ടാർഗറ്റിനെ കുറിച്ചിട്ടുള്ള ആ ടാർഗറ്റിൻ്റെ അകത്ത് റൺ ചെയ്യുന്ന സർവീസുകൾ, വേർഷൻസ്, പോർട്സ്, പ്രോട്ടോകോൾസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, ഈ SV എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊടുത്തിട്ടുള്ളത്. ദെൻ ലേറ്റർ നമ്മൾ കൊടുത്തിട്ടുള്ളത് IP അഡ്രസ്സാണ്. ഇനി നമ്മൾ ഹിറ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വെച്ചാൽ സ്കാൻ ചെയ്യും, ടാർഗറ്റിനെതിരെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് റെസ്പോൺസ് കിട്ടും. ഓക്കെ, അപ്പോൾ ടാർഗറ്റിനെതിരെ സ്കാൻ ചെയ്യുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ റെസ്പോൺസ് കിട്ടി. ചില റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നല്ല ഡിലേ എടുക്കും. അത് ഡിപ്പെൻസ് ഓൺ സെർവറാണ്. സെർവർ അത്യാവശ്യം ഫാസ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഐ പി നിൽക്കുന്ന ഡിവൈസ് കുറച്ചും കൂടി ഫാസ്റ്റ് ആണെങ്കിൽ നമുക്ക് റെസ്പോൺസ് കുറച്ചും കൂടി സ്പീഡിൽ കിട്ടും. അല്ലെങ്കിൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് റെസ്പോൺസിൽ വന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പോർട്ട് 22, അതേപോലെ തന്നെ സർവീസ് SSH, അതേപോലെ തന്നെ 80 ഇവിടെ വന്നിട്ടുണ്ട്, അതേപോലെ HTTP അതിൻ്റെ നേരെ വന്നിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പോർട്സും പ്രോട്ടോകോൾസും ആണ് ഇതെന്നുള്ളത്. പോർട്സും പ്രോട്ടോകോൾസും എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് പോർട്ട്, എന്താണ് പ്രോട്ടോകോൾ എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു IP അഡ്രസ്സ് സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടിയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റാണ്. ഒന്ന് ഒരു SSH എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്, പ്രോട്ടോക്കോൾ. അതേപോലെ തന്നെ HTTP പ്രോട്ടോക്കോളാണ്. ഈ രണ്ട് സംഗതികളൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ ഒരു ഐ പിൻ്റെ സ്കാൻ ചെയ്ത സമയത്ത് ഈ രണ്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഐ പിൻ്റെ അകത്ത് ഈ രണ്ട് പ്രോട്ടോക്കോളും റൺ ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം. നമ്മളിതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും രണ്ടും എന്താണ്, ഓപ്പൺ ആണ്. ഇവിടെ കണ്ടില്ല, ഓപ്പൺ ആണ്. അപ്പോൾ പോർട്സ് രണ്ടും ഓപ്പൺ ആണ്. അപ്പോൾ നേരെ എന്താ വെച്ചാൽ ഞാനൊരു ഡിസൈൻ വരച്ചിട്ടുണ്ട്, അതിലേക്ക് പോവാം. അപ്പോൾ ഇതിനകത്ത് കണ്ടോ SSH HTTP. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഐ പി ഈ ഒരു സിസ്റ്റമാണെന്ന് കരുതാം. ഓക്കെ, ഈ ഐ പി ഈ ഒരു സിസ്റ്റമാണ്, അതിനകത്ത് SSHും HTTPയും ഓണാണ്. അത് നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഐ പി സ്കാൻ ചെയ്തപ്പോൾ SSHും HTTP റണ്ണിങ് ആണെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഐ പിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഐ പി ബിലോങ്സ് ചെയ്യുന്ന ഒരു ഫോണാണോ, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പാണോ, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് സെർവറാണോ എങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, SSHും HTTPയും റണ്ണിങ് ആണ്. ഇനി അതിനകത്ത് റൺ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് നോക്കാം. ഇനി ഫോണാണെങ്കിൽ ഫോണിന് വോയിസ് ഉണ്ടാവും, അല്ലേ? ലാപ്പാണെങ്കിൽ ലാപ്പിന് വോയിസ് ഉണ്ടാവും, സെർവറാണെങ്കിൽ സെർവറിന് വോയിസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു ഐ പിൻ്റെ വോയിസ് ഫൈൻഡ് ചെയ്യാനുള്ള കമാൻഡാണ് -O കൊടുക്കുക. ഓക്കെ, ഇനി ഹിറ്റ് എൻ്റർ കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഇത് സ്കാൻ ചെയ്യും, ടാർഗറ്റിനെതിരെ സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും, നമുക്ക് കണ്ടുപിടിച്ച് തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, നമുക്ക് വലിയൊരു റിസൾട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു കാണുമ്പോൾ തന്നെ ഒരു അലങ്കോലമായിട്ട്, ഒരു ഓർഡർ അല്ലാത്ത രീതിയിലാണ് ആ റെസ്പോൺസ് വന്നിട്ടുള്ളത്. ബട്ട് ഞാൻ പറയുന്ന കേൾക്ക്, ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 100% ആക്യുറേറ്റ് അല്ല, മനസ്സിലായല്ലേ? അപ്പോൾ മേ ബി അവർ പറയുന്നത് ഒരു 90% ശരിയായിരിക്കും, അല്ലെങ്കിൽ റോങ് ആയിരിക്കും. ഇവർ തന്നെ പറയുന്നുണ്ട് അത്യാവശ്യം 100% ഇവർ തന്നെ ഉറപ്പിച്ച് പറയാറില്ല കാര്യങ്ങൾ. അപ്പോൾ നമുക്കിത് സ്കാൻ ചെയ്ത സമയത്ത് -O കൊടുത്തതെന്ന് ഞാൻ വെച്ചാൽ ഈ ഐ പിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് റിസൾട്ടിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ലിനക്സ് എന്ന് പറഞ്ഞൊരു
സംഗതി വന്നിട്ടുണ്ട്. അപ്പോൾ മോസ്റ്റ് പ്രോബബിലി സെർവർ അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസ് ഒരു ലിനക്സ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇതിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ എന്തായിരിക്കും വെച്ചാൽ ഒരു ലിനക്സ് ആയിരിക്കും. ആക്ച്വലി ലിനക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, കേണലാണ്. ഓക്കെ, അത് നിങ്ങളൊന്ന് റിസർച്ച് ചെയ്യാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ്. ഉബണ്ടു എന്ന് പറയുന്നത് ഒരു ലിനക്സ് ബേസ്ഡ് സിസ്റ്റമാണ്. അതേപോലെ തന്നെ കാലി ലിനക്സ് ഒരു OS ആണ്. അതുപോലെ തന്നെ വിൻഡോസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അങ്ങനെ ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. ലിനക്സ് ആക്ച്വലി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് പറയാൻ പറ്റില്ല, അത് കേണലാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ വെച്ചാൽ നമുക്ക് ലിനക്സ് ബേസ്ഡ് ആണ് റെസ്പോൺസ് വന്നിട്ടില്ല. അപ്പോൾ മോസ്റ്റ് പ്രോബബിലി ഇത് ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ സെർവർ ആവാനാണ് ചാൻസ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കൊരു IP സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടാണ് SSH HTTP ലിനക്സ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ SSH HTTP എന്ന് പറയുന്നത് ഈ ഒരു ഡിവൈസിനുള്ളിലുള്ള സംഗതിയും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ് ചെയ്തിരിക്കുന്നത് ലിനക്സും ആണെന്നുള്ളത് സ്കാൻ ചെയ്തപ്പോൾ കിട്ടി ഇതിൻ്റെ ഈ IPൻ്റെ. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് HTTP റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിനകത്ത് വെബ്സൈറ്റ് ഉണ്ടാവും. വെബ്സൈറ്റിനാണ് HTTP യൂസ് ചെയ്യുന്നത്, അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ HTTP ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടാവും എന്നുള്ളത് ഓൾമോസ്റ്റ് ഉറപ്പാണ്. അതുകൂടാതെ തന്നെ ലിനക്സ് ആണ് ഇതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് വന്നിട്ടുള്ളത്. മോസ്റ്റ് പ്രോബബിലി ഇതൊരു സെർവർ ആവാനാണ് ചാൻസ്. കാരണം ഈ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഹോസ്റ്റ് ചെയ്യുന്ന എവിടെയാണ്? മൊബൈൽ ഫോണിൽ ആരും ഹോസ്റ്റ് ചെയ്യില്ല, ലാപ്ടോപ്പിൽ ഹോസ്റ്റ് ചെയ്യും. ബട്ട് എന്നാലും ഏറ്റവും കൂടുതൽ ഹോസ്റ്റ് ചെയ്യുന്ന എവിടെയാണ്? സെർവറിനകത്താണ്. അപ്പോൾ മോസ്റ്റ് പ്രോബബിലി ഈ IP അഡ്രസ്സ് എന്തായിരിക്കും? ഒരു സെർവറിൻ്റെ IP അഡ്രസ്സ് ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ ഇതിന്ന് എന്ത് ചെയ്യേണ്ടത്? ഫൈനലി കൺക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, എന്തായാലും ഇത് സെർവറാണ്. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ പോയിൻറ്റ്സ് കൊടുത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓരോ ഇൻഫോർമേഷൻസ് കൊടുത്തിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് കുറേയൊക്കെ നമ്മൾ ഗസ് ചെയ്യുകയും ചെയ്യണം. അതേപോലെ തന്നെ ആക്യുറസി 100% ഉണ്ടാവുമല്ല. അപ്പോൾ ബാക്കി കുറേയൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഈ ഒരു IP അഡ്രസ്സ് കിട്ടി, അതിൻ്റെ അത് HTTP ഉണ്ട്, SSH ഉണ്ട്. അപ്പോൾ HTTP കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 100% ഉറപ്പാണ് അത് എന്ത് വെബ്സൈറ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നേരെ പോയിട്ട് ഈ IP അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഈ IP അഡ്രസ്സ് കോപ്പി ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? നേരെ പുതിയ ടാബ് ഓപ്പൺ ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു, വെബ്സൈറ്റ് ലോഡായി. കണ്ടോ? എന്തുകൊണ്ടാണ് ഇതിൽ വെബ്സൈറ്റ് ലോഡായത്? ബിക്കോസ് ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? HTTP റണ്ണിങ് ആണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? Nmap റിസൾട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ IP അഡ്രസ്സ് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? വെബ്സൈറ്റ് ലോഡാവും. നിങ്ങൾക്ക് പോർട്സും പ്രോട്ടോകോൾസും അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, അത് നിർബന്ധമാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇപ്പം നമ്മുടെ ഫ്രണ്ടിൽ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വെബ്സൈറ്റ് അറ്റാക്ക് ചെയ്യണം, അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വെബ്സൈറ്റ് എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എല്ലാ വെബ്സൈറ്റും ഒരേപോലെയല്ല, ഡിഫറൻസ് ഉണ്ട്. ബട്ട് ചെറിയ ചെറിയ ടെക്നിക്സുകൾ നമുക്ക് നോക്കാം. നമ്മൾ ജസ്റ്റ് എന്താ പറയുക വെച്ചാൽ, ഒരു വീട്ടിൽ ഒരു സാധനം കളഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ പല ഏരിയാസിലും തപ്പും അല്ലേ? അതേപോലെ തന്നെയാണ് ഇതിനകത്ത് കയറിയിട്ട് നമ്മൾ മാക്സിമം സെർച്ച് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വൺ, നമ്മൾ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ എക്സ്റ്റൻഷനാണ് വാപ്ലേസർ എന്ന് പറയും. വാപ്ലേസർ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനിപ്പോൾ ക്രോമിയം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് ബ്രൗസറാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. വാപ്ലേസറിൻ്റെ ക്രോമിൻ്റെ എക്സ്റ്റൻഷൻ ഞാൻ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് എക്സ്റ്റൻഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാപ്ലേസർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസ്പോൺസ് കിട്ടും. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്ലേസർ എന്ന് പറഞ്ഞാൽ ഒരു ടൂളാണ്. അപ്പോൾ ഒരു എക്സ്റ്റൻഷനാണ്. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്ത് റെസ്പോൺസ് ആയിട്ട് തരും. മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റ് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, ഏത് സെർവറാണ് ഇതിനകത്ത് റൺ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ ഇൻഫോർമേഷൻസ് എല്ലാം ഇതിനകത്ത് നിന്ന് നമുക്ക് വാപ്ലേസറിനകത്ത് നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നേരത്തെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു Nmap ഇട്ട സമയത്ത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനകത്ത് SSHും HTTP അതേപോലെ തന്നെ ലിനക്സും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാപ്ലേസർ ഇട്ട സമയത്ത് ഇതിനകത്ത് വാപ്ലേസർ ഇട്ടപ്പോൾ വാപ്ലേസറിൽ നിന്ന് റെസ്പോൺസ് വന്നിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബണ്ടു ആണെന്നുള്ളത്. ഈ സൈറ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബണ്ടു ആണെന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ സൈറ്റ് എവിടെ കിടക്കുന്നത്? ഈ സിസ്റ്റത്തിൻ്റെ അകത്താണ്, ഈ IP ഉള്ളതിൻ്റെ സിസ്റ്റത്തിൻ്റെ അകത്താണ്. അപ്പോൾ എന്തായിരിക്കും? ഈ സിസ്റ്റത്തിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ത്? ഉബണ്ടു എന്ന് പറയുന്നത്. ഐ റിപ്പീറ്റ്, ഇതിനകത്ത് നമ്മൾ വാപ്ലേസർ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ വെബ്സൈറ്റാണ് ഓപ്പൺ ചെയ്തത് കേട്ടോ. ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് ഞാൻ വാപ്ലേസർ സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ വെബ്സൈറ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷനാണ് വാപ്ലേസർ തരുന്നത്. ഉബണ്ടു ആണ്, അതേപോലെ തന്നെ അപ്പാഷെ സെർവർ റൺ ചെയ്യുന്നുണ്ട്, jQuery ഉണ്ട്, ബൂട്ട്സ്ട്രാപ്പ് ഉണ്ട്, അങ്ങനെ 4 ഇൻഫോർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്
പറയുന്നത് ഉബണ്ടു ആണ് എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ എൻമാപ്പ് ഇട്ട് സ്കാൻ ചെയ്ത സമയത്ത് നമുക്ക് അതിനകത്ത് കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഇൻഫർമേഷൻസിനകത്ത് എന്താണ്, ഇതൊരു സിസ്റ്റമാണ്, അതിൻ്റെ അകത്താണ് എന്ത് ചെയ്യുന്നത്, ഈ വെബ്സൈറ്റ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ വെബ്സൈറ്റ് റൺ ചെയ്യുന്നത് ഈ സിസ്റ്റം ആണെങ്കിൽ അതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഈ സിസ്റ്റത്തിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ത് ഉബണ്ടു എന്ന് കാണിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടി ചെറിയ രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഈ വാപ്പലൈസർ വെച്ച് നമ്മൾ സ്കാൻ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത് ഈ വെബ്സൈറ്റ് ആണെന്ന്, ഈ HTTP എന്ന് പറഞ്ഞ സൈറ്റാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്ത് വാപ്പലൈസർ വെച്ച് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ വാപ്പലൈസർ പറയുന്നത് വെച്ചാൽ ഈ വെബ്സൈറ്റ് നിൽക്കുന്ന കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ സിസ്റ്റമോ ആണെങ്കിൽ അത് ഉബണ്ടു ആണെന്നുള്ളതാണ്. അപ്പോൾ അത് നിൽക്കുന്നത് ഇത്രയും വലിയൊരു ബോക്സിനുള്ളിലാണ് ഈ HTTP നിൽക്കുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തായിരിക്കും, ഉബണ്ടു ആണ്. എൻമാപ്പ് പറഞ്ഞത് ലിനക്സ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ലിനക്സ് എന്താണ്, ഒരു ഉബണ്ടു ബേസ്ഡ് ആണ് അല്ലേ, ഉബണ്ടു ബേസ്ഡ് സാധനമാണെന്ത് ലിനക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് എന്താണ് 100% ആയിട്ട് റെസ്പോൺസ് തന്നത് വാപ്പലൈസറാണ്. എൻമാപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ലിനക്സ് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ബട്ട് വാപ്പലൈസർ ഇട്ടപ്പോൾ നമുക്ക് ഒഫീഷ്യലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കൺഫേംഡ് ആയിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഉബണ്ടു ആണെന്ന് നമുക്ക് മനസ്സിലാക്കി പറ്റും. സോ ബേസിക്കലി ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഉബണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ IP അഡ്രസ്സ്. മനസ്സിലായില്ലേ? ഈ ഒരു സിസ്റ്റം അപ്പോൾ ബേസിക്കലി ഇതൊരു സെർവറാണ്. ആ സെർവറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണത് ഉബണ്ടു എന്ന് പറയുന്നത്. അതിൻ്റെ IP അഡ്രസ്സാണത്. അതിനകത്ത് റൺ ചെയ്യുന്ന പോർട്സും പ്രോട്ടോകോൾസുമാണ് ഇത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അത് ചിലപ്പോൾ കട്ടായി പോകാറുണ്ട്, പെട്ടെന്ന് കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടി. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വെച്ചാൽ മെയിൻലി നമ്മൾ സോഴ്സ് കോഡ് ചെക്ക് ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ്റെ സോഴ്സ് കോഡ് ചെക്ക് ചെയ്ത് നോക്കാം. മോസ്റ്റ് പ്രോബബ്ലി സോഴ്സ് കോഡിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ലീക്കേജ് കിട്ടും. മനസ്സിലായോ? ഏതെങ്കിലും ഒരു ഡെവലപ്പർ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അയാൾ ചിലപ്പോൾ ബൈ മിസ്റ്റേക്കള്ളി അയാൾ ചില ഡാറ്റകൾ സോഴ്സ് കോഡിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ആഡ് ചെയ്ത് വെക്കും. ലൈക്ക് HTML കോഡിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് വെറുതെ ഇട്ട് വെക്കും. HTML ഉണ്ട്, CSS ഉണ്ട്, JS ഉണ്ട്, അതേപോലെ തന്നെ ബാക്ക് എൻഡിലാണെങ്കിൽ പൈത്തൺ, PHP, റൂബി, ജാവ, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ. ഈ വെബ്സൈറ്റ് ആണെങ്കിൽ പോലും, നമ്മുടെ ഫ്രണ്ട് കാണുന്ന വെബ്സൈറ്റ് ആണെങ്കിൽ പോലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഫ്രണ്ട് എൻഡ് ഏരിയാസ് നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ട് എൻഡിൻ്റെ കോഡ് കാണാൻ പറ്റും, ബാക്ക് എൻഡിൻ്റെ കോഡ് കാണാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ എന്താ വെച്ചാൽ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് കാണുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ലൈക്ക് ഈ ഡിസൈൻ കാര്യങ്ങൾ, ഈ ചിത്രം, ഇതാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. ബാക്ക് എൻഡ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത ചില ഏരിയാസ് ഉണ്ട്, ഇതിൻ്റെ കോർ ഫംഗ്ഷനാലിറ്റി. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫേസ്ബുക്കിനകത്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുന്നുണ്ട്, എന്നിട്ടാണ് നിങ്ങൾ ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്യുന്നത്. ആക്ച്വലി നിങ്ങൾ ലോഗിൻ കൊടുക്കുന്ന സമയത്ത് ഒരു വലിയൊരു പ്രോസസ്സ് ബാക്ക് എൻഡിൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ ആരും കാണുന്നില്ല. നമുക്ക് ശരിക്കും നമ്മൾ യൂസർ നെയിം പാസ്വേഡ് അടിക്കുന്നു, നമ്മൾ ലോഗിൻ ആവുന്നു, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ബട്ട് ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അതാണ് ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. അതിനകത്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബേസിലാണ് ആ ബാക്ക് എൻഡ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാറ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ കാറിൻ്റെ ആ ഫ്രണ്ടിലുള്ള ഏരിയാസും ഗ്ലാസും ലൈറ്റും അതേപോലെ തന്നെ മിററും എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും അല്ലേ. കാറിൻ്റെ കളറും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ബട്ട് കാറ് വർക്ക് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ അതിൻ്റെ എഞ്ചിനും ബാക്കിയുള്ള പ്രോസസ്സൊക്കെ വെച്ചിട്ടാണ്. അതൊന്നും നമുക്ക് ആർക്കും ഫ്രണ്ടിൽ കാണാൻ പറ്റില്ല. അതിൻ്റെ ബോണറ്റൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ ബേസിക്കലി നമുക്ക് കാണുന്ന ഒരു ഏരിയയാണ് ഫ്രണ്ട് എൻഡ്, കാണാത്ത ആ ഒരു പ്രോസസ്സിങ് നടക്കുന്ന ഏരിയാസാണെന്ത് ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട് എൻഡ് കോഡിൽ മേ ബി കോഡ്സ് ലീക്കായി വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റ ലീക്കായിട്ട് നമുക്ക് കിട്ടും. അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ആൻസർ വ്യൂ സോഴ്സ് കോഡ് എന്ന് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് നിൽക്കുക. ഓക്കെ, റൈറ്റ് ക്ലിക്ക് നിൽക്കുക. ഇതിനകത്തുണ്ടോ വ്യൂ പേജ് സോഴ്സ് കോഡ് കണ്ടില്ല നിങ്ങൾ, അത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് നോക്കിയേ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് ഇൻഫോർമേഷൻസ്. ഇത് നമ്മുടെ HTML കോഡാണ്. HTML എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട് എൻഡ് കോഡാണ്. ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട് എൻഡ് കോഡ് നമുക്ക് കാണാം, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ബാക്ക് എൻഡ് കോഡാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. അത് ബാക്കിൽ പ്രോസസ്സും കാര്യങ്ങളും റൺ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിനകത്ത് കണ്ടോ ഒരു യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ലീക്കേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു ചെറിയൊരു വൾണറബിലിറ്റിയാണ്, വളരെ ലോ വൾണറബിലിറ്റിയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരാളുടെ യൂസർ നെയിം ലീക്ക് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അല്ലേ. ഒരാളുടെ യൂസർ നെയിം പാസ്വേഡും ഒരു കോഡിൻ്റെ ഉള്ളിൽ ലീക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. ബട്ട് ഇതിനകത്ത് പാസ്വേഡൊന്നുമില്ല, ജസ്റ്റ് യൂസർ നെയിം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കോഡിൻ്റെ ഉള്ളിൽ ഇതേമാതിരി യൂസർ നെയിം ഇടുന്നത് ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇതൊരു ചെറിയൊരു ലോ കൈൻഡ് ഓഫ് വൾണറബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ബേസിക്കലി ഒരു IP സ്കാൻ ചെയ്തു, എന്നിട്ട് എൻമാപ്പിൽ നിന്ന് റിസൾട്ട് എടുത്തു, എന്നിട്ട് അതിൻ്റെ പോർട്സും പ്രോട്ടോകോൾസും ഒന്ന് ജസ്റ്റ് നോക്കി, സോഴ്സ് കോഡ് നോക്കി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അടുത്ത കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും. സോ താങ്ക് യു.